ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് എ ലെറ്റർ ടു ഗോഡ് ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താനാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ചേച്ചി എന്തായാലും ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞ സമയം കളയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് 10ാം ക്ലാസ്സിലത്തെ ഫസ്റ്റ് ചാപ്റ്ററായ എ ലെറ്റർ ടു ഗോഡ് എന്ന പാഠത്തിൻ്റെ മലയാളം എക്സ്പ്ലനേഷൻ ആയിട്ടാണ്. അപ്പോൾ ചേച്ചി എല്ലാ ലൈൻ്റെയും മലയാളം എക്സ്പ്ലനേഷൻ ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മടിക്കാതെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ചേച്ചി എന്തായാലും ക്ലിയർ ചെയ്യാൻ ശ്രമിക്കാം. അതേപോലെ തന്നെ ആക്ടിവിറ്റീസോ ക്വസ്റ്റ്യൻ ആൻസേഴ്സും അതിൻ്റെയൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്യണം എന്ന് നിങ്ങൾ പറഞ്ഞാൽ അതും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ഞാൻ പറഞ്ഞു നീട്ടുന്നില്ല, നമുക്ക് നേരെ പാഠത്തിലോട്ട് പോകാം. എ ലെറ്റർ ടു ഗോഡ്. അപ്പോൾ ഈ പാഠം പറയുന്നതിനെക്കാട്ട് മുമ്പ് ഞാനൊരു കുഞ്ഞൊരു റിവ്യൂ തരാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പാഠം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫാർമറുണ്ട്, ലഞ്ചോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫാർമറുണ്ട്. ആൾ നല്ല ഹാർഡ് വർക്കിംഗ് ആണ് കേട്ടോ. അപ്പോൾ ആൾ കൃഷിയൊക്കെ ചെയ്തിട്ട് ഒരു മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ മഴയ്ക്ക് വേണ്ടി കാത്തിരുന്നിട്ട് ശക്തമായിട്ടുള്ള മഴയാണ് പിന്നെ വന്നത്. നല്ല കൊടുങ്കാറ്റും അതുപോലെ തന്നെ മഞ്ഞുകട്ടൊക്കെയാണ് വീണ് തുടങ്ങിയത്. അപ്പോൾ ആളുടെ ഫീൽഡ് മൊത്തം നാശമായി. അപ്പോൾ ആൾക്ക് ഭക്ഷണം ഒന്നും കിട്ടാനില്ല. സോ ആൾ ദൈവത്തിനോട് ഹെൽപ്പ് ചോദിക്കുകയാണ്. അപ്പോൾ ദൈവം അതിന് റിപ്ലൈ തരില്ലേ എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പോണത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കുഞ്ഞൊരു ഇത് പറഞ്ഞു തന്നാൽ, ഒരു കുഞ്ഞൊരു സമ്മറി നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ വായിക്കുമ്പോൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും എന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോവാം. ഹൗസ്, the only one in the entire valley, sat on the crest of a low hill. From the height, one could see the river and the field of ripe corn dotted with the flowers that always promised a good harvest. The only thing the earth needed was a downpour, or at least a shower. അപ്പോൾ എന്താണ്, ലെഞ്ചോൻ്റെ വീട് ആ ഒരു എൻറ്റയർ വാലിയിൽ തന്നെ ആ കൂടിയുള്ളൊരു വീടായിരുന്നു ലെഞ്ചോൻ്റെ. ആ ലെഞ്ചോൻ്റെ വീട് എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്? ഒരു കുഞ്ഞ മലേൻ്റെ ഏറ്റവും ടോപ്പിലാണ്. ക്രസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പ് ഓഫ് എ ഹിൽ. അപ്പോൾ ആ ഒരു ഹില്ലിൻ്റെ മുകളിലാണ് ലെഞ്ചോൻ്റെ വീട്. അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ റിവേഴ്സ് കാണാം, അതുപോലെ തന്നെ ലെഞ്ചോൻ്റെ കോൺഫീൽഡ് കാണാൻ പറ്റും. ആ ഒരു കോൺഫീൽഡ് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ലൊരു ഗുഡ് ഹാർവസ്റ്റ് തരുന്ന ഒരു ഫീൽഡാണെന്ന്. പിന്നെ ആ ഒരു ഫീൽഡ് കാത്തിരിക്കുന്നത് എന്തിനാണ്? ഒരു നല്ല മഴയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ത്രൂ ഔട്ട് ദ മോർണിംഗ് ലെഞ്ചോ, ഹു ന്യൂ ഹിസ് ഫീൽഡ് ഇൻറ്റിമേറ്റ്ലി, ഹാഡ് ഡൺ നത്തിങ് എൽസ് ബട്ട് സീ ദ സ്കൈ ടുവേർഡ്സ് ദ നോർത്ത് ഈസ്റ്റ്. അപ്പോൾ എന്താണ്, ലെഞ്ചോ രാവിലെ മുതൽ ഈ ഒരു ഫീൽഡിനെ നന്നായിട്ട് അറിയുന്ന ലെഞ്ചോ രാവിലെ മുതൽ നോർത്ത് ഈസ്റ്റിലേക്ക് നോക്കി നിൽക്കുകയാണ് ഒരു നല്ല മഴയ്ക്ക് വേണ്ടിയിട്ട്. എന്നിട്ട് ലെഞ്ചോ പറയാണ്, നൗ വി ആർ റിയലി ഗോയിങ് ടു ഗെറ്റ് സം വാട്ടർ വിമൻ. ദ വിമൻ who was preparing supper replied, yes, God willing. The older boys were working in the field while the smaller ones were playing near the house until the women called to them all, come for the dinner. അപ്പോൾ എന്താണ്, ലെഞ്ചോൻ്റെ ഭാര്യേൻ്റെ അടുത്ത് പറയാണ്, ഇപ്പോൾ ഒരു മഴ പെയ്യൂല്ലേ അങ്ങനെ പറയാണ്. അപ്പോൾ ഭാര്യ ഇവിടെ ഭക്ഷണങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭാര്യ പറയാണ്, ദൈവം അനുഗ്രഹിക്കുന്ന പോലെ നമുക്ക് ചിലപ്പോൾ മഴ കിട്ടിയായിരിക്കാം. അപ്പോൾ ഇവരുടെ കുട്ടികൾ, എൽഡർ ബോയ്സ് അവിടെ വർക്ക് ചെയ്യാണ്, കുഞ്ഞു ബോയ്സ് അവിടെ കളിക്കുകയാണ്. എന്നിട്ട് ആ ഒരു അമ്മ കുട്ടികളെ വിളിക്കുകയാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. ഇറ്റ് വാസ് ഡ്യൂറിങ് ദ മീൽ ദാറ്റ് ജസ്റ്റ് ആസ് ലെഞ്ചോ ഹാഡ് പ്രെഡിക്റ്റഡ്, ബിഗ് ഡ്രോപ്സ് ഓഫ് റെയിൻ ബിഗിൻ ടു ഫോൾ ഇൻ ദ നോർത്ത് ഈസ്റ്റ്. ഹ്യൂജ് മൗണ്ടെയിൻസ് ഓഫ് ക്ലൗഡ്സ് കുഡ് ബി സീൻ അപ്രോച്ചിങ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അവർ ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് ലെഞ്ചോ പ്രെഡിക്റ്റ് ചെയ്ത പോലെ തന്നെ വലിയ റെയിൻ ഡ്രോപ്സ് ആയിട്ട് മഴ പെയ്യാൻ തുടങ്ങി. അപ്പോൾ നോർത്ത് ഈസ്റ്റിൽ നിന്നും വലിയ മൗണ്ടെയിൻസ് ഓഫ് ക്ലൗഡ്സ് എന്ന് വെച്ചാൽ മേഘങ്ങളെയാണ് അവിടെ പറയുന്നത്. അപ്പോൾ വലിയ മേഘങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് നോർത്ത് ഈസ്റ്റ് ഭാഗത്തിൽ നിന്ന്. എന്ന് വെച്ചാൽ അവിടെ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ദ എയർ വാസ് ഫ്രഷ് ആൻഡ് സ്വീറ്റ്. ദ മാൻ വെൻറ്റ് ഔട്ട് ഫോർ നോ അതർ റീസൺ ദാൻ ടു ഹാവ് ദ പ്ലഷർ ഓഫ് ഫീലിംഗ് ദ റെയിൻ ഓൺ ഹിസ് ബോഡി. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ആ ഒരു മഴ പെയ്യുമ്പോൾ ആ ഒരു ഫീൽ നല്ല രസമാണ് അല്ലേ, ആ ഒരു മണം, ആ ഒരു ഫ്രഷ്നെസ് ഒക്കെ അനുഭവിക്കാൻ വേണ്ടിയിട്ട് ലെഞ്ചോ പുറത്ത് പോയിട്ട് ആ ഒരു മഴ ഫീൽ ചെയ്യാണ്. എന്നിട്ട് ലെഞ്ചോ പറയാണ്, വെൻ ഹി റിട്ടേൺഡ് ആൻഡ് ഹി എക്സ്ക്ലെയിംഡ്, പറയാണ്, ദീസ് aren't raindrops falling from the sky, they are new coins. The big drops are 10-cent pieces and the little ones are 5s. എന്നിട്ട് നമ്മുടെ ലെഞ്ചോ പറയാണ്, ഇത് വെറും മഴത്തുള്ളികളല്ല, ഇത് പുതിയ കോയിൻസ് ആണ്. വലിയ ഡ്രോപ്സ് 10-cent പീസസും കുഞ്ഞ് ഡ്രോപ്സ് 5 സെൻറ്റ് പീസസും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സെൻറ്റ് പീസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പൈസേനെ പറയുന്നതാണ് കേട്ടോ. അപ്പോൾ വലിയ മഴത്തുള്ളി
10 രൂപയും കുഞ്ഞെ മഴത്തുള്ളി 5 രൂപയും. അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. ഇതൊരു ക്വസ്റ്റ്യൻ്റെ ആൻസറും കൂടിയാണ്. ഓക്കെ. With a satisfied expression, he regarded the field of ripe corn with its flowers draped in a curtain of rain. അപ്പോൾ എന്താണ്, ലഞ്ചോയ്ക്ക് തൃപ്തിയായി. കാരണം ലഞ്ചോ കാത്തിരുന്നത് ഒരു മഴയ്ക്ക് വേണ്ടിയിട്ടാണ്. എന്നിട്ട് ആ ഒരു മഴ മൊത്തം ലഞ്ചോൻ്റെ ഫീൽഡ് കവർ ചെയ്യുന്നുണ്ട്. But suddenly a strong wind began to blow, and along with the rain, very huge ലാർജ് ഹെയിൽ സ്റ്റോൺസ് ബിഗെയിൻ ടു ഫോൾ. അപ്പോൾ പെട്ടെന്ന് തന്നെയായിരുന്നു ആ ഒരു കാലാവസ്ഥേൻ്റെ മാറ്റം വന്നത്. പെട്ടെന്ന് തന്നെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള വിൻഡ് വന്നു തുടങ്ങി. അതേപോലെ തന്നെ ഹെയിൽ സ്റ്റോൺസും വരാൻ തുടങ്ങി. അപ്പോൾ എന്താണ്, ദിസ് ട്രൂലി ഡിഡ് റിസംബിൾ ന്യൂ സിൽവർ കോയിൻസ്. അപ്പോൾ ലഞ്ചോ പറയാണ് ഇത് ശരിക്കും സിൽവർ കോയിൻ ആണ്. അപ്പോൾ ഈ ഹെയിൽ സ്റ്റോണെ റിസംബിൾ ചെയ്യണതാണ് സിൽവർ കോയിൻസ് എന്ന്. ഇത് തെറ്റിപ്പോകരുത് കേട്ടോ. The boys exposing themselves to the rain ran out to collect the frozen pearls. അപ്പോൾ എന്താണ്, ആ കുട്ടികൾ അവർക്ക് മഴ ഇഷ്ടമായി. അതുപോലെ തന്നെ അവർക്ക് ഈ ഹെയിൽ സ്റ്റോൺ വീഴുന്നത് കണ്ടപ്പോൾ അതൊക്കെ അവർ പറക്കാൻ പോയി. ഫ്രോസൺ പേൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹെയിൽ സ്റ്റോൺസ്. ഓക്കെ. It's really getting bad now, exclaimed the man. I hope it passes quickly. It did not pass quickly. For an hour the hail rained on the house, the garden, the hillside, the cornfield, on the whole valley. The field was white as it covered with salt. അപ്പോൾ എന്താണ്, ലഞ്ചയ്ക്ക് ആകെ പേടി ചെയ്ത് തുടങ്ങി. കാരണം ഇത് മഴ മാത്രമല്ല വീഴുന്നത്, മഞ്ഞക്കട്ടകളും കൂടി വീഴുന്നുണ്ട്. അപ്പോൾ ലഞ്ചു ഇങ്ങനെ ആശ്വസിക്കുകയാണ്, ഇത് പെട്ടെന്ന് പോവില്ലേ. എന്നിട്ട് ലഞ്ചു ഇങ്ങനെ ഹോപ്പ് ചെയ്യാണ് ഇത് പെട്ടെന്ന് പോണേ എന്നൊക്കെ ലഞ്ചു വിചാരിക്കുകയാണ്. പക്ഷെ ഇതങ്ങനെയൊന്നും പോയില്ല. 1 മണിക്കൂർ നിന്ന് ഈ ഹെയിൽ സ്റ്റോണും മഴയൊക്കെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൻ്റെ വീട് മൊത്തം, ഗാർഡൻ മൊത്തം, ഹെയിൽ സ്റ്റോൺ മൊത്തം, ഹിൽസൈഡ് മൊത്തം, കോൺഫീൽഡ് മൊത്തം, ആ ഒരു ഹോൾ വാലി മൊത്തം ഈ ഹെയിൽ സ്റ്റോൺ കൊണ്ട് നിറഞ്ഞു. അപ്പോൾ ഒരു വെള്ളൊരു കളറാണ്. ഇപ്പോൾ മൊത്തം നോക്കുമ്പോൾ വെള്ളൊരു കളറാണ്. എന്ന് വെച്ചാൽ സാൾട്ട് കൊണ്ട് കവർ ചെയ്ത പോലെയാണ് ഇപ്പോൾ ഒരു വാലി കാണുന്നത്. നമുക്കറിയാമല്ലോ, ഈ മഞ്ഞൊക്കെ പെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ മൊത്തം മഞ്ഞുകൊണ്ട് കവർ ചെയ്യുന്നു. അതുപോലെയായിരുന്നു ലഞ്ചോൻ്റെ വീടും ആ വാലി മൊത്തം. Now a leaf remained. Now not a leaf remained on the trees. The corn was totally destroyed. The flowers were gone from the plants. Lenjo's soul was filled with sadness. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രീയിൽ പോലും അല്ലെങ്കിൽ ഒരു പ്ലാന്റിൽ പോലും ഒരു കുഞ്ഞ് ഇല പോലും ബാക്കി ഉണ്ടായില്ല. The corn was totally destroyed. എന്ന് വെച്ചാൽ അവൻ്റെ ഫീൽഡ്, ലഞ്ചോൻ്റെ ഫീൽഡ് മൊത്തം നാശമായി. The flowers were gone from the plants. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫ്ലവേഴ്സ് മൊത്തം പോയി. ലഞ്ചോസ് സോൾ വാസ് ഫിൽഡ് വിത്ത് സാഡ്നെസ്. എന്ന് വെച്ചാൽ ലഞ്ചോൻ്റെ മനസ്സ് മൊത്തം ആകെ വിഷമമായിട്ടാണ് ഇരിക്കുന്നത്. വെൻ ദ സ്റ്റോം ഹാഡ് പാസ്ഡ് ഹി സ്റ്റൂഡ് ഇൻ ദ മിഡിൽ ഓഫ് ദ ഫീൽഡ് ആൻഡ് സെയ്ഡ് ടു ഹിസ് സൺസ്, എ പ്ലാഗ് ഓഫ് ലോക്കസ്റ്റ് വുഡ് ഹാവ് ലെഫ്റ്റ് മോർ ദാൻ ദിസ്. അപ്പോൾ എന്താണ്, ആകെ വിഷമമായിട്ട് ലഞ്ചോൻ്റെ ഫീൽഡിൻ്റെ നടുവിൽ പോയി നിന്നിട്ട് തൻ്റെ കുട്ടികളോട് പറയാണ്, എ പ്ലാഗ് ഓഫ് ലോക്കസ്റ്റ് വുഡ് ഹാവ് ലെഫ്റ്റ് മോർ ദാൻ ദിസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്കസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻസെക്റ്റാണ്. ആ ഒരു ഇൻസെക്റ്റ് വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ഫീൽഡ് മൊത്തം അവർ നശിപ്പിച്ചിട്ട് പോകും. അപ്പോൾ ലഞ്ചോ പറയാണ്, ലോക്കസ്റ്റ് വരാണെങ്കിൽ പോലും കുറച്ചെങ്കിലും ബാക്കി വെച്ചേനെ, ഇതിലാണെങ്കിൽ ഇപ്പോൾ ഒന്നും ബാക്കിയില്ല. ദ ഹെയിൽ ഹാസ് ലെഫ്റ്റ് നത്തിങ്. ഈ ഒരു ഹെയിൽ സ്റ്റോൺ വന്നോടെ ഇവിടെ ഒന്നും ബാക്കി വെച്ചിട്ടില്ല. ദിസ് ഇയർ വി വിൽ ഹാവ് നോ കോൺ. ദാറ്റ് നൈറ്റ് വാസ് എ സോറോഫുൾ വൺ. അപ്പോൾ ലഞ്ചോ പറയാണ്, ഈ ഒരു വർഷം നമുക്ക് കോൺ ഇനി കിട്ടില്ല. അതേപോലെ തന്നെ എന്താണ്, ആ ഒരു ദിവസം, ആ ഒരു നൈറ്റ് ആകെ വിഷമമായിട്ടുള്ള ഒരു ദിവസമായിരുന്നു ലഞ്ചോയ്ക്കും ലഞ്ചോൻ്റെ ഫാമിലിക്കും. ഓൾ അവർ വർക്ക് ഫോർ നത്തിങ്. ദർ ഈസ് നോ വൺ ഹു ക്യാൻ ഹെൽപ്പ് us. വി വിൽ ഓൾ ഗോ ഹംഗ്രി ദിസ് ഇയർ. അപ്പോൾ ലഞ്ചോ പറയാണ്, എന്ത്, നമ്മൾ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആയി, നമ്മളെ സഹായിക്കാൻ ഇവിടെ ആരുമില്ല. പിന്നെ എന്താണ്, നമ്മൾ ഈ ഒരു വർഷം മൊത്തം പട്ടിണിക്ക് കിടക്കേണ്ടി വരും എന്നൊക്കെ ലഞ്ചോ പറയാണ്. ഈ ഇവിടെ കിടക്കുന്ന ഈ ഓറൽ കോംപ്രഹെൻഷൻ ചെക്ക്, അത് ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് ഞാൻ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് വിത്ത് മലയാളം എക്സ്പ്ലനേഷൻ. ഓക്കെ. അപ്പോൾ ആവശ്യമുള്ളവർക്ക് ആ വീഡിയോ പോയി കാണാവുന്നതാണ്. ഓക്കെ. ഇനി നെക്സ്റ്റ് സെറ്റിക്ക് പോവാം. But in the heart of all who lived in that solitary house in the middle of the valley, there was a single hope, help from God. Solitary എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ലോൺലി എന്നൊക്കെ പറയില്ല, ഒറ്റയ്ക്ക്. നമ്മൾ ഈ കഥ വായിച്ചപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ആ ഒരു വാലിയിൽ ആകെ കൂടി ഉണ്ടായിരുന്നത് ലഞ്ചോൻ്റെ വീടാണ്. അപ്പോൾ ഇവിടെ പറയുന്നതാണ് ആ ഒരു വാലിയിൽ തന്നെ ആകെ കൂടിയുള്ള ഒരു ഹോപ്പ്, ഇവർക്ക് ആകെ കൂടിയുള്ള ഒരു ആശ്വാസം, ഒരു സഹായത്തിനുള്ളത് ഇവർക്ക് ദൈവമാണ്. ഹെൽപ്പ് ഫ്രം ഗോഡ്.
Don't be so upset, even though this seems like a total loss. Remember, no one dies of hunger. അപ്പോൾ നമ്മുടെ ലഞ്ചോ പറയാണ്, നീ ഇങ്ങനെ വിഷമിക്കാണ്ടിരിക്കും, നിങ്ങൾ ആരും വിഷമിക്കേണ്ട. എനിക്കറിയാം ഇതാകെ മൊത്തം കൂടി നമുക്കൊരു നഷ്ടമാണ് ഉണ്ടായത്, എന്നാലും ആരും പട്ടിണിക്ക് കടന്ന് മരിക്കില്ല എന്ന് ലഞ്ചോ പറയാണ്. That's what they say. No one dies of hunger. Although that night Lenjo thought only of his one hope, the help of God, whose eyes, as he had been instructed, see everything, even what is deep in one's conscience. അപ്പോൾ ആ ഒരു ദിവസം, ആ ഒരു നൈറ്റ് മൊത്തം ലഞ്ചോ ആകെ കൂടി ആലോചിച്ചത് ആ ദൈവത്തിനെ പറ്റിയിട്ടാണ്. ദൈവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ്? ദൈവത്തിന് ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരെ പറ്റിയിട്ടും ആ മനുഷ്യരുടെ മനസ്സിൽ എന്തൊക്കെയാണ് നടക്കുന്നത് അതൊക്കെ ദൈവത്തിന് നന്നായിട്ട് അറിയാം. അപ്പോൾ ആ ഒരു ദൈവത്തിനെ പറ്റിയിട്ടാണ് ലഞ്ചോ ആലോചിച്ചിരിക്കുന്നുണ്ടായിരുന്നത്. ലഞ്ചോ വാസ് an ox of a man working like an animal in the field, but still he knew how to write. ലഞ്ചോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാളേൻ്റെ പോലെ പണിയെടുക്കുന്ന ഒരാളായിരുന്നു ലഞ്ചോ. അപ്പോൾ ലഞ്ചോ അവിടെ പണിയെടുക്കാൻ മാത്രമല്ല ചെയ്യുക, ലഞ്ചോയ്ക്ക് അവിടെ എഴുതാനും വായിക്കാനൊക്കെ ഏകദേശം അറിയുന്ന ഒരു കൂട്ടത്തിലാണ് ലഞ്ചോ. The following Sunday at daybreak he began to write a letter which he himself would carry to town and place in the mail. It was nothing less than a letter to God. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? ഒരു ഞായറാഴ്ച ലഞ്ചോ ഒരു കത്ത് എഴുതാണ്. ആ കത്ത് എഴുതിയിട്ട് അവൻ തന്നെ അവിടെ കൊണ്ടിടാനുള്ള ഒരു തയ്യാറെടുപ്പിലായിരുന്നു ലഞ്ചോ. അപ്പോൾ അവൻ കത്ത് എഴുതിയത് ആർക്കാണ്? ദൈവത്തിനാണ്. God, he wrote, if you don't help me, my family and I will go hungry this year. അപ്പോൾ ദൈവത്തിന് കത്ത് എഴുതാണ്. എന്ത്? ദൈവമേ എന്നെ സഹായിക്കണം, ദൈവം എന്നെ സഹായിച്ചില്ലെങ്കിൽ ഈ ഒരു വർഷം എൻ്റെ വീട്ടിൽ മൊത്തം പട്ടിണിയായിരിക്കും, എല്ലാവരും പട്ടിണി വന്ന് മരിച്ചു പോകും. I need 100 pesos in order to sow my field again and to live until the crop comes. അപ്പോൾ ദൈവത്തിനോട് രണ്ട് കാര്യങ്ങളാണ് ചോദിക്കുന്നത്. എന്ത്? എനിക്കൊരു 100 pesos വേണം. എന്തിന്? ഈ ഒരു ഫീൽഡ് സോ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെന്താണ്? ഈ ഒരു ക്രോപ്പ് വീണ്ടും ഉണ്ടാവുന്ന ആ സമയം വരെ ജീവിക്കാനായിട്ട് ലഞ്ചോയ്ക്ക് ഒരു 100 pesos ആവശ്യമുണ്ടെന്ന് ദൈവത്തിനോട് പറയാണ്. അപ്പോൾ ദൈവത്തിനോട് എന്തൊക്കെ പറയുന്നുണ്ട്? ദൈവമേ എന്നെ സഹായിക്കണം, ഈ ഒരു വർഷം ദൈവം സഹായിച്ചില്ലെങ്കിൽ ഞങ്ങൾ പട്ടിണിയിൽ കിടക്കും. ഐ നീഡ് 100 pesos in order to sow my field again. അപ്പോൾ എനിക്കൊരു 100 pesos വേണം. എന്തിന്? ഈ ഒരു ഫീൽഡ് ആദ്യം മുതൽ റെഡിയാക്കാൻ വേണ്ടിയിട്ട്. പിന്നെന്താണ്? ഈ ക്രോപ്പ് വളർന്ന വരെ ജീവിക്കാനായിട്ടും എനിക്കൊരു 100 രൂപ വേണം. എന്നിട്ട് കാര്യങ്ങളൊക്കെ പറയാണ്. ബിക്കോസ് ദ ഹീൽ സ്റ്റോം എന്ന് പറഞ്ഞിട്ട് കുത്തിടാണ്. ബാക്കിയൊക്കെ ദൈവത്തിന് അറിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ലഞ്ചോ അങ്ങനെ ലെറ്റർ എഴുതിയിട്ട് ഇങ്ങനെ ഇടാൻ പോവാണ്. He wrote to God on the envelope, put the letter inside, and still troubled went to town. At the post office he placed a stamp on the letter and dropped it in the mailbox. അപ്പോൾ ലെറ്റർ എഴുതിയിട്ട് ടു ഗോഡ് എന്ന് പറഞ്ഞിട്ട് എൻവലപ്പ് ചെയ്തിട്ട് അത് ഒട്ടിച്ചിട്ട് ടൗണിലേക്ക് പോവാണ്. അത് മെയിൽ ബോക്സിൽ കൊണ്ടുപോയി ഇടാൻ. One of the employee, who was a postman and also helper at the post office, went to his boss laughingly, heartily, and showed him the letter to God. അപ്പോൾ എന്താണ്? ഈ ഒരു പോസ്റ്റ്മാൻ, അവിടെ വർക്ക് ചെയ്യുന്ന ഒരാൾ ഈ ഒരു കത്ത് കണ്ടിട്ട് സന്തോഷിച്ചിട്ട് ആ കൂടി ഒരു ചിരി വന്നിട്ട് ആ ഒരു ലെറ്റർ കൊണ്ടുപോയി അവിടുത്തെ പോസ്റ്റ് മാസ്റ്റർക്ക് കൊണ്ടുപോയി കൊടുക്കുകയാണ്. Never in his career as a postman had he know that address. അപ്പോൾ ഇയാൾ പറയാണ് എന്ത്? ഒരു പോസ്റ്റ്മാനും ഇങ്ങനത്തെ ഒരു അഡ്രസ്സ് ഈ ലോകത്ത് തന്നെ അറിയില്ല എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാണ്. The postmaster, a fat, amiable fellow, also broke out laughing. എന്ന് വെച്ച് കഴിഞ്ഞാൽ പോസ്റ്റ് മാസ്റ്ററിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ചോദിക്കുകയാണെങ്കിൽ ആൾ നല്ല തടിയപ്പനാണ്, പിന്നെ ആൾ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ പോസ്റ്റ് മാസ്റ്റർ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. But almost immediately he turned serious and tapping the letter on his desk commented, "What faith! I wish I had the faith of the man who wrote this letter, starting up a correspondence with God." അപ്പോൾ പോസ്റ്റ് മാസ്റ്ററും ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കായിരുന്നു. എന്നിട്ട് പെട്ടെന്ന് തന്നെ ആൾ സീരിയസ് ആയിട്ട് ഡെസ്കിൽ ഇങ്ങനെ 2 അടി അടിച്ചിട്ട് പറയാണ്, എന്തൊരു വിശ്വാസമാണല്ലേ ഇത്. ഐ വിഷ് ഐ ഹാഡ് ദാറ്റ് ഫെയ്ത്ത് ഓഫ് ദ മാൻ ഹു റോട്ട് ദിസ് ലെറ്റർ. അപ്പോൾ പോസ്റ്റ് മാസ്റ്റർ പറയാണ്, എനിക്കും അദ്ദേഹത്തിൻ്റെ പോലെ ദൈവത്തിനോട് ഇത്ര വിശ്വാസമുണ്ടെങ്കിൽ, എന്നാൽ ദൈവത്തിനോട് ഇങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടാവുമല്ലോ എന്നൊക്കെ പോസ്റ്റ് മാസ്റ്റർ ഇങ്ങനെ പറയാണ്.
So, in order not to shake the writer's faith in God, the postmaster came up with an idea, answer the letter. But when he opened it, it was evident that to answer it, he needed something more than goodwill, ink and paper. But he stuck to his resolution. He asked the money from his employees. He himself gave part of his salary, and several friends of his were obliged to give something for an act of charity. അപ്പോൾ എന്താണ് ആള് ഇങ്ങനെ പറഞ്ഞു അല്ലേ, പോസ്റ്റ് മാസ്റ്റർക്ക് ലെറ്റർ കിട്ടി. പോസ്റ്റ് മാസ്റ്റർ ഇങ്ങനെ പറയാണ്, എന്തൊരു വിശ്വാസമാണിത്, എനിക്കും അദ്ദേഹത്തിൻ്റെ പോലെ ദൈവത്തിനോട് ഇത്ര വിശ്വാസമുണ്ടെങ്കിൽ ഞാനും ദൈവം നല്ല കണക്ഷൻ ആയേനെ എന്നൊക്കെ പറയാണ്. എന്നിട്ട് ആള് ഈ ലെറ്ററിന് ഒരു റിപ്ലൈ കൊടുക്കാമെന്ന് വിചാരിച്ചു പോസ്റ്റ് മാസ്റ്റർ. അപ്പോൾ പോസ്റ്റ് മാസ്റ്റർക്ക് പെട്ടെന്നാണ് ഒരു ചിന്ത വന്നത്, ഇതിനൊരു റിപ്ലൈ കൊടുക്കാൻ വെറുതെ ഒരു ഇങ്കും പേപ്പറും മാത്രം പോരാ, കുറച്ച് ഗുഡ് വില്ലും കൂടി വേണം. എന്താണത്? കുറച്ച് പൈസയെങ്കിലും, ലഞ്ചോ പൈസയാണല്ലോ ചോദിച്ചേക്കുന്നത്. സോ പൈസ കളക്ട് ചെയ്തിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. സോ പൈസ കളക്ട് ചെയ്യാനായിട്ട് അവിടെ ജോലി ചെയ്യുന്ന എല്ലാവരുടെയും ഒരു ചാരിറ്റീൻ്റെ പേരിൽ പൈസ കളക്ട് ചെയ്യാണ്. അതുപോലെ തന്നെ ഈ പോസ്റ്റ് മാസ്റ്ററിൻ്റെ സാലറിയും കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പോസ്റ്റ് മാസ്റ്ററിൻ്റെ സാലറിയും കൂടി ഈ ഒരു ചാരിറ്റീൻ്റെ ഈ ലഞ്ചൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പോസ്റ്റ് മാസ്റ്റർ എടുക്കുകയാണ്. It was impossible for him to gather together 100 pesos, so he was able to send the farmer only a little more than half. He put the money in an envelope addressed to Lenjo, and with it a letter containing only a single word as a signature, God. അപ്പോൾ എന്താണ് ഇവിടെ ഉണ്ടാവുന്നത്? പോസ്റ്റ് മാസ്റ്റർ പൈസയൊക്കെ കളക്ട് ചെയ്തു, പക്ഷേ ലഞ്ചോ ചോദിച്ച പോലെ 100 പെസോസ് കിട്ടിയില്ല. മോർ ദാൻ ഹാഫിനെക്കാട്ട് കുറച്ചും കൂടി കൂടുതൽ നമ്മുടെ പോസ്റ്റ് മാസ്റ്റർ കളക്ട് ചെയ്തു. എന്നിട്ട് അതൊരു ലെറ്ററിൻ്റെ ഉള്ളിൽ എഴുതിയിട്ട് അങ്ങനെ ഗോഡ് എന്ന് സൈൻ ചെയ്തു. ഓക്കെ. The following Sunday, Lenjo came a bit earlier than usual to ask if there was a letter for him. It was the postman himself who handed the letter to him, while the postmaster, experiencing the contentment of a man who had performed a good deed, looked on from his office. അപ്പോൾ എന്താണ്, നെക്സ്റ്റ് സൺഡേ എന്താണ്, ലഞ്ചോ കുറച്ച് നേരത്തെ വന്നിട്ട് അവിടെ അന്വേഷിക്കുകയാണ്, എനിക്ക് വല്ല ലെറ്റർ വന്നു എന്ന് അന്വേഷിക്കുകയാണ്. അപ്പോൾ പോസ്റ്റ്മാൻ തന്നെ ആ ലെറ്റർ ലഞ്ചോയ്ക്ക് കൊടുത്തു. അപ്പോൾ ഇത് കൊടുക്കുന്നതൊക്കെ ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് നമ്മുടെ പോസ്റ്റ് മാസ്റ്റർ ആ ഒരു ജനാലൻ്റെ ഉള്ളിൽ നിന്നതൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടുമല്ലോ, നമ്മളൊരു വലിയ നല്ല കാര്യം ചെയ്തു എന്നൊക്കെയുള്ള ഒരു ഫീലിൽ നമ്മുടെ പോസ്റ്റ് മാസ്റ്റർ ആ ജനാലൻ്റെ ഉള്ളിൽ കൂടെ എല്ലാം കാണുന്നുണ്ട്. അപ്പോൾ ലഞ്ചോയ്ക്ക് കിട്ടിയ ആ ഒരു കത്ത് ലഞ്ചോ കാണുമ്പോൾ ഒരു സർപ്രൈസ് പോലും ഒന്നും ഉണ്ടായില്ല. ലഞ്ചോ ഷോവഡ് നോട്ട് ദ സ്ലൈറ്റസ്റ്റ് സർപ്രൈസ് ഓൺ സീയിങ് ദ മണി, സച്ച് വാസ് ഹിസ് കോൺഫിഡൻസ്. അപ്പോൾ ലഞ്ചോയ്ക്ക് ആ കത്ത് കിട്ടിയിട്ട് അത് തുറക്കുമ്പോൾ ഒരു സർപ്രൈസ് പോലും തോന്നിയില്ല, കാരണം അത്ര വിശ്വാസമായിരുന്നു ദൈവത്തിനോട്. ഇപ്പം നമുക്കൊരു ദൈവത്തിൻ്റെ ഒരു കത്ത് വന്നാൽ നമ്മളാകെ സർപ്രൈസ് ആയിട്ട് നിൽക്കൂല. പക്ഷേ ലഞ്ചോയ്ക്ക് അങ്ങനത്തെ ഒരു സർപ്രൈസ് ഒന്നും വന്നില്ല, കാരണം ലഞ്ചോയ്ക്ക് അത്ര കോൺഫിഡൻസ് ആയിരുന്നു. But he came angry when he counted the money. God could not have made a mistake, nor could he had denied Lenjo what he had requested. അപ്പോൾ എന്താണ്, ആ ലെറ്റർ തുറന്നപ്പോൾ, ആ ഒരു കത്ത് തുറന്നപ്പോൾ എന്താണ്, ലഞ്ചോയ്ക്ക് ദേഷ്യമാണ് വന്നത്. കാരണം എണ്ണി നോക്കിയപ്പോൾ 100 പെസോസ് ഇല്ല. അപ്പോൾ ലഞ്ചോ അങ്ങനെ വിചാരിക്കുകയാണ്, ദൈവം എന്തായാലും ഇങ്ങനെ ഒരു തെറ്റ് ദൈവത്തിന് പറ്റില്ല, അല്ലെങ്കിൽ ദൈവം ലഞ്ചോൻ്റെ ഒരു ആഗ്രഹം റിജക്റ്റ് ചെയ്യില്ല എന്നൊക്കെ ലഞ്ചോ ഇങ്ങനെ ആലോചിക്കുകയാണ്. ഇമ്മീഡിയറ്റ്ലി ലഞ്ചോ വെൻറ്റ് അപ്പ് ടു ദ വിൻഡോ ടു ആസ്ക് ഫോർ പേപ്പർ ആൻഡ് ഇങ്ക്. അപ്പോൾ പെട്ടെന്ന് തന്നെ ലഞ്ചോ എന്താണ്, ഒരു ദേഷ്യത്തിൽ പോയിട്ട് എന്താണ് ഒരു പേപ്പറും പേനൊക്കെ വാങ്ങി on the public writing table he started to write with much wrinkling on his brow caused by the effort he had to make to express his ideas. അപ്പോൾ എന്താണ്, പബ്ലിക് റൈറ്റിംഗ് ടേബിളിൽ പോയിട്ട് അവൻ്റെ നെറ്റൊക്കെ ആകെ ചുളിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. കാരണം അവൻ്റെ ഓരോരോ ചിന്തകളാണ് അവൻ്റെ മൈൻഡിൽ വരുന്നത്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും കാര്യം ആലോചിക്കുമ്പോൾ നമുക്ക് ചിലവരുടെ നെറ്റുകളൊക്കെ ചുളിയും. അപ്പം അങ്ങനത്തെ ഒരു ഫീലിലാണ് ലഞ്ചോ ഇരിക്കുന്നത്. എന്നിട്ട് ലഞ്ചോ ഇങ്ങനെ എഴുതുന്നുണ്ട്. വെൻ ഹി ഫിനിഷ്ഡ് ഹി വെൻറ്റ് ടു ദ വിൻഡോ ടു ബൈ എ സ്റ്റാമ്പ് വിച്ച് ഹി ലിക്ഡ് ആൻഡ് ദെൻ എഫിക്സ്ഡ് ഇറ്റ്. എഫിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റാച്ച് ചെയ്യുക കേട്ടോ. എഫിക്സ് ദ എൻവലപ്പ് വിത്ത് എ ബ്ലോ ഓഫ് ഹിസ് ഫിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, എഴുത്തൊക്കെ കഴിഞ്ഞിട്ട് ലഞ്ചോ അതിനൊരു സ്റ്റാമ്പ് വേണമല്ലോ. അപ്പോൾ ലഞ്ചോ വിൻഡോൻ്റെ അടുത്ത് പോയിട്ട് സ്റ്റാമ്പ് കളക്ട് ചെയ്തിട്ട് അത് നക്കിയിട്ട് അതിങ്ങനെ ഒട്ടിച്ച് വെച്ചു. എന്നിട്ട് അവൻ്റെ ഫിസ്റ്റ് ഉപയോഗിച്ചിട്ട് അതൊന്ന് അമർത്തി.
The moment the letter fell into the mail box, the postmaster went to open it. എന്നിട്ട് ലെൻജോ ആ ഒരു ലെറ്റർ മെയിൽ ബോക്സിൽ കൊണ്ടുപോയി ഇട്ടു. അപ്പോൾ തന്നെ ആ മെയിൽ ബോക്സ് തുറന്നിട്ട് നമ്മുടെ പോസ്റ്റ് മാസ്റ്റർ അത് ഓപ്പൺ ചെയ്തു. അപ്പോൾ അതിൽ എന്തിട്ടാണ് എഴുതിയേക്കണത്? ഇറ്റ് സെയ്ഡ്, ഗോഡ് ഓഫ് ദ മണി ദാറ്റ് ഐ ആസ്ക്ഡ് ഫോർ ഓൺലി 70 pesos റീച്ച് ടു മീ. അപ്പോൾ എന്താണ് ദൈവത്തിനോട് പറയാണ്, ദൈവമേ ഞാൻ ചോദിച്ചത് 100 pesos ആണ്, പക്ഷെ എനിക്ക് ആ കൂടി കിട്ടിയത് 70 pesos ആണ്. സെൻഡ് മീ ദ റെസ്റ്റ് സിൻസ് ഐ നീഡ് ഇറ്റ് വെരി മച്ച്. അപ്പോൾ ദൈവത്തിനോട് ഇങ്ങനെ പറയാണ്, ബാക്കി കൂടി എനിക്ക് അയച്ചാൽ, കാരണം എനിക്കിത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എനിക്കിത് വളരെ അത്യാവശ്യമാണ് എന്ന് ലെൻജോ എഴുതിയേക്കാണ് കേട്ടോ. ബട്ട് ഡോണ്ട് സെൻഡ് ഇറ്റ് ടു മീ ത്രൂ ദ മെയിൽ ബിക്കോസ് ദ പോസ്റ്റ് ഓഫീസ് എംപ്ലോയീസ് ആർ എ ബഞ്ച് ഓഫ് ക്രൂക്സ്, ലെൻജോ. അപ്പോൾ ദൈവത്തിനോട് പറയാണ്, എനിക്ക് ഞാൻ അയച്ചു തരണമെന്നുണ്ടെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് നേരിട്ട് വന്ന് തന്നാൽ മതി, ഇവിടെ ഒന്നും ഇടണ്ട, ബിക്കോസ് മെയിൽ വഴി അയക്കേണ്ട, കാരണം ഇവിടുത്തെ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ കള്ളന്മാരാണ് എന്ന് വെച്ചാൽ ഇവർ ഈ ദൈവം 100 രൂപ തന്നിട്ടുണ്ട് എന്നാണ് ലെൻജോ വിചാരിക്കുന്നത്. അപ്പോൾ അതിൽ 70 pesos അവിടെ പൈസ കുറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ ആ പൈസ ഇവരാണ് മോഷ്ടിച്ചതെന്നാണ് ലെൻജോ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവത്തിനോട് പറയുന്നത്, എന്ത്, ദൈവമേ ഇനി അയക്കുമ്പോൾ മെയിൽ വഴി അയക്കരുത്, എനിക്ക് നേരിട്ട് തന്നെ കൊണ്ടു തന്നാൽ മതി, അല്ലെങ്കിൽ ഇവിടുത്തെ ആൾക്കാരൊക്കെ അത് അടിച്ചു മാറ്റും എന്ന് ലെൻജോ എഴുതിയേക്കാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഈ ഒരു കഥ. അപ്പോൾ എല്ലാവർക്കും ഞാൻ പറയണത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ, അപ്പോൾ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.